എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം, സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മുട്ട കുറുമയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കുറുമയാണ് കേട്ടോ. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 5 മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ മുട്ടയൊന്ന് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് അളവിൽ പട്ട, ഒരു 3 അല്ലെങ്കിൽ 4 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചെടുത്തതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഈ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തീയൊക്കെ ഒത്തിരി കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മളുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോള നമ്മളൊരു 3 അത്യാവശ്യം നല്ല വലിയ സവോള തന്നെ 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവോള നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് വരുന്നത് വരെ എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ അതിലേക്ക് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഈ സവോളയൊക്കെ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അതുവരെ നന്നായിട്ട് കത്തിച്ച് കൊടുക്കുക. അത് കണ്ടില്ല, ഇപ്പോൾ സവോള നമ്മൾ ഇട്ടതിനെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല വലിയ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈ ഒരു കുറുമേൻ്റെ ഗ്രേവിക്ക് ഒരു ചെറിയൊരു പുളിരസം കൂടി ഉണ്ടാവും. ആ പുളിരസം കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കൂടി നല്ല ഇരട്ടിയാവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുളീൻ്റെ ആവശ്യാനുസരണമോ അതുപോലെ തക്കാളീൻ്റെ വലിപ്പം അനുസരണമൊക്കെ നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുളിരസം നല്ലൊരു ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ തക്കാളിയും കൂടി ഈ സവോളയായിട്ട് നല്ലോണം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി എന്നിട്ടിത് നന്നായിട്ട് ഈ ഒരു പൊടിൻ്റെയൊക്കെ നല്ല പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 5 മുട്ടയിൽ നന്നായിട്ട് ഇങ്ങനെ വരകളിട്ട് കൊടുക്കുക. കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് വരകളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട് ഈ മുട്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ട, ഇനി അരമുറി തേങ്ങേൻ്റെ പാലാണെങ്കിൽ അങ്ങനെ മതി. ഇത് 2 പാല് വേണ്ട, ഒറ്റൊരു പാല്, തിക്കായിട്ടുള്ള ഒറ്റ പാല് മതി കേട്ടോ, തേങ്ങാപ്പാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒറ്റ പാല്, അതായത് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലൊന്നിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള 1-ാം പാല് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ആ കട്ടി തേങ്ങാപ്പാൽ തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം ആ കട്ടി തേങ്ങാപ്പാൽ നമ്മളുടെ ഈ ഒരു മുട്ടേൻ്റെ ഗ്രേവി തയ്യാറാക്കിയതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മളുടെ ചാറിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. അതിന് ശേഷം ഒരുപാട് കത്തിക്കരുത്, ചെറുതായിട്ടൊന്ന് ആവിയേറ്റി എടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടക്കറിയല്ല, മുട്ടക്കുറുമയാണ് കേട്ടോ ഇവിടെ റെഡിയായി വന്നിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇനി ഇത് ഫൈനലായിട്ട് ഇതെല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, അതായത് വലിയ ജീരകം നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴൊക്കെയാണ് ആ ഒരു പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോഴത്തേക്ക് ഈ കറിക്ക് ഒരു സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.